അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് ഓരോന്നിൻ്റെയും നേരെ എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഈമാനിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ബോക്സിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ഐദിൻ നാസി വൃത്തി, അതുപോലെ അഫ്നിയത്തക്കും ഒഴിഞ്ഞു നിൽക്കണം. അപ്പോൾ ഈമാനിൻ്റെ ഭാഗമാണ് ഏത്? ആ ഒരു ബോക്സിൽ നിന്നും അതിനോട് ശരിയായത് വൃത്തി എന്നുള്ള വാക്കാണ്. അപ്പോൾ അവിടെ വൃത്തി എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അപ്പോൾ അവിടെ തിന്മകളിൽ നിന്ന് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഒഴിഞ്ഞു നിൽക്കണം എന്നാണ്. മൂന്നാമത്തത് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത് ലൊഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത്ത് ഐദിന്നാസ്. അപ്പോൾ അവിടെ ഐദിന്നാസ് എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. അഞ്ചാമത്തത് നള്ളിഫു അഫ്നിയത്തക്കും. അഫ്നിയത്തക്കും എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. വ്യക്തമാക്കാം. അതിൽ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. ശരീരം വൃത്തിയാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം, അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു ചോദ്യമാണ് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ. എന്തൊക്കെയാണ് പരിസരം വൃത്തിയാവാൻ നമ്മൾ ചെയ്യേണ്ടത്? വീട്, വിദ്യാലയം, മുറ്റം, ഇതൊക്കെ എന്ത് ചെയ്യണം? വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. ഇവിടെ 4 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. അപ്പോൾ അവിടെ നമ്മൾ എഴുതാനുള്ളത് എന്താണ്? മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ എന്നുള്ളതാണ്. രണ്ടാമത്തത് വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. അപ്പോൾ വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. ഇനി മൂന്നാമത്തത് പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? പ്ലാസ്റ്റിക് എന്നുള്ളതാണ്. നാലാമത്തത് കൽബിന് ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും. അപ്പോൾ അവിടെ നടന്നിടും എന്നുള്ളതാണ് നമ്മൾ എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്നുകൂടെ നോക്കാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് വരും. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട അമിത വ്യയം എന്തായിരുന്നു? ഉത്തരം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തത്. അപ്പോൾ അതാണ് വെള്ളത്തിൻ്റെ അമിതവ്യയം. അപ്പോൾ അതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി തങ്ങൾ കണ്ട അമിതവ്യയം. മൂന്നാമത്തത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം? ഏത് കാലാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ? ഉത്തരം ഇടതുകാൽ.
ഇനി അഞ്ചാമത്തെ പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അത് ഏറ്റവും അവസാനമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്, സഹജീവികളെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, ജലം മലിനമാക്കാതിരിക്കുക, അതുപോലെ അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങൾ ദുർവ്യയം ഒഴിവാക്കുക, മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക, അതുപോലെ വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക. അപ്പം ഇതൊക്കെയാണ് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത്, പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ എന്തൊക്കെയാണ്? തുണിസഞ്ചി ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ പ്ലാസ്റ്റിക് സംരക്ഷണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാസ്റ്റിക് നിയന്ത്രിക്കാനുള്ള വഴികൾ. മൂന്നാമത്തത്, പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതേതൊക്കെയാണ് പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ? നമുക്ക് നോക്കാം. 100 കണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും. അതുപോലെ മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും. പിന്നെയോ, ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും. ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. അതുപോലെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. അതുപോലെ കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇതൊക്കെയാണ് എത്രാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം? പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ഒരു ചോദ്യം മാത്രമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഡാഷ് വ ഖൈറൽ മഖ്റജ് ഡാഷ്, അതുപോലെ വ ലജ്ന വ ബിസ്മില്ലാഹി ഡാഷ് വ അലല്ലാഹി ഡാഷ് തവക്കൽന. അപ്പോൾ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വ ലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് വരും. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.